ഹലോ. അപ്പോൾ ഇന്നൊരു വിഷു ദിനത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. വിഷുയുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും അലോറയും കൂടി ഞങ്ങൾക്കൊരു ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഒരു കസിന് വേണ്ടിയാണ്. അപ്പോൾ അതിലേക്കൊരു അമ്മയും കുട്ടീനെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളപ്പോൾ പോയതാണ്. അപ്പോൾ വഴി വരെ വണ്ടിക്ക് പോയിട്ട് പിന്നെ ചിറ്റയുടെ കാറിലാണ് കേട്ടോ പോയത്. അപ്പോൾ വൈപ്പിൻ ബീച്ചിലാണ് പറഞ്ഞേക്കണത്. അപ്പോൾ രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കണേന് വൈകി. അവൾ 6:30 ആയപ്പോഴാണ് എണീറ്റത്. ആ ടൈമിലാണ് എണീക്കണത് സാധാരണ. അപ്പോൾ പിന്നെ എണീറ്റ് കൊടുത്തൊക്കെ വന്നപ്പോൾ ലേറ്റായി. അതിന് പിന്നെ ഒരു 7 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പോൾ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് പോയത് ഞങ്ങൾ. അപ്പോൾ ചിറ്റ അവിടെ വന്ന് ഇപ്പം ഉണ്ടായി. അപ്പം തന്നെ കാറിൽ കയറി. ചിറ്റയുടെ മോൾക്കാണ് വീഡിയോ. അപ്പോൾ മോള് ഫ്രണ്ടും കൂടി ആദ്യമേ വേറെ കാറിന് പോയായിരുന്നു. പിന്നെ ബീച്ച് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വേറെ സ്ഥലത്ത് അവിടെ കുറച്ച് വേറൊരു സ്പേസൊക്കെ ഉണ്ടായി. അവിടെ പോയി കുറച്ച് കരയണ സീൻ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തായിരുന്നു. പക്ഷേ അവള് പുതിയ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് ഒരിതുണ്ട്. എല്ലാ പിള്ളേർക്കും ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിയുമ്പോൾ മാറി ബീച്ചിലെത്തി. പിന്നെ ആൾ ഓക്കെ ആയി കളിച്ചൊക്കെ നടന്നേച്ച് എൻ്റെ കൂടെ. അപ്പോൾ അവരറിയാത്ത രീതിയിൽ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചിറ്റനെ കൊണ്ട് എടുപ്പിച്ചതാണ്. വീഡിയോസ് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ചിറ്റ ഞങ്ങൾക്ക് ദോശ മേടിച്ച് തന്ന് നല്ലൊരു ഹോട്ടലിലേക്ക് കയറ്റി. അങ്ങനെ ദോശയൊക്കെ കഴിച്ച്. അപ്പോൾ ദോശയുടെ കൂടെ നമ്മൾ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി വലിയൊരു കപ്പിലാണ് വന്നത്. അപ്പോൾ ഞാൻ ചിറ്റയും കൂടി അത് പറഞ്ഞ് ചിരിക്കണമായിരുന്നു. കാരണം കോഫി കുടിച്ച് കഴിയുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും. അത് ഞാൻ വീഡിയോ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കോഫി വന്നത്. അപ്പോൾ അലോറ നല്ലോണം കഴിച്ചപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞിട്ട് രാവിലെ 9 മണി കഴിഞ്ഞ് നല്ലോണം അലോറയും ഞങ്ങൾ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ എടുത്തുകൊണ്ട് പിക്ക് ചെയ്ത് അവിടെ തന്നെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിന് മുമ്പ് കാറിൽ വെച്ചിട്ട് ചിട്ടി പെട്ടി നിറയെ ചോക്ലേറ്റ്സും ടെഡി ബിയറും കൊടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ അലോറ എല്ലാം പൊട്ടിച്ച് നല്ല രസമുണ്ടായിരുന്നു അതിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട്. പക്ഷെ എല്ലാം പൊട്ടിച്ച് അതിൻ്റെ അടിയിലുണ്ടായ ആ ഒരു ഇതൊക്കെ കളഞ്ഞവൾ പൂവൊക്കെ ഇവിടെയൊക്കെ ഇട്ട് കുറേ മിഠായി അന്ന് തന്നെ കഴിച്ച്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി. കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് ഞാനൊക്കെ ഒന്ന് ഫ്രഷായിട്ട്. ഇത് വിഷു ദിനത്തിൻ്റെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അന്ന് പിന്നെ ഒരു 7 ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് സദ്യ കഴിച്ച് എന്തായാലും വിഷുവിൻ്റെ ഇതുമായി. അപ്പോൾ ആ 7-ന് പോയി നല്ല ചോറും കറി സദ്യയും പപ്പടം പഴവും പായസവും കഴിച്ച് അലോറയ്ക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചോറ് വെക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനോർത്ത് ആൻറ്റിയുടെ വീട്ടിൽ പോകാമെന്ന് ഓർത്ത്. അപ്പോൾ അലോറക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ളൊരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സും മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ അതാണ്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ പടക്കവും കമ്പിത്തിരി പടക്കം അങ്ങനെ പൊട്ടിച്ചില്ല. കമ്പിത്തിരിയൊക്കെ ഞങ്ങൾ കത്തിച്ചായിരുന്നു. അടുത്തൊരു മരിപ്പ് നടന്നേക്കണാറ് ഞങ്ങൾ പടക്കമൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചൊന്നുമില്ല. കമ്പിത്തിരിയാണ് കൂടുതലും കത്തിച്ചത്. പിന്നെ പൂത്തിരിയൊക്കെ അങ്ങനെ ഇതായിരുന്നു കേട്ടോ വിഷുവിൻ്റെ ഒരു ദിവസം. ഇന്നങ്ങനെ പോയി നല്ല രസമായിട്ട് അലോറയായിട്ട് കുറേ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ജോലിക്കൊക്കെ പോകണ കാരണം വൈകുന്നേരവും രാവിലെ കുറച്ച് സമയം ആളെ കിട്ടാറുള്ളു. ആളെ ഡേ കെയറിലും പോകും. ഡേ കെയറിൽ പോകാനൊന്നും ഇപ്പോൾ ആൾക്ക് മടിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ ആൾ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ വിഷുവിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ വിഷുവിന് ഞങ്ങളെല്ലാവരും സാരി സെറ്റും ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർ ഷോർട്സിൽ ഒരു ചെറിയൊരു വീഡിയോ കാണണം കേട്ടോ.